ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പ്രീ INC ഓർഗനൈസേഷൻസിനെ പറ്റി സംസാരിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പുള്ള ഓർഗനൈസേഷൻസിനെ പറ്റിയും അതിൻ്റെ പ്രശസ്തരായ ലീഡേഴ്സിനെ പറ്റിയും സംസാരിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ സംസാരിച്ചെന്തായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലത്തെ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ആവശ്യകതയെ പറ്റി, എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലൊരു ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിനെപ്പറ്റി പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടർ ആരാണ്, സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു റിട്ടയേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സിവിൽ സർവൻ്റ് ആയിട്ടുള്ള AO ഹ്യൂം എന്ന അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടർ ആരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടർ ആരാണ്? AO ഹ്യൂം അല്ലെങ്കിൽ അലൻ ഒക്ടോവിയൻ ഹ്യൂം. മൂപ്പര് ബ്രിട്ടീഷുകാരനായിരുന്നു, ഒരു റിട്ടയേർഡ് ഇംഗ്ലീഷ് സിവിൽ സർവൻ്റ് ആയിരുന്നു. അങ്ങനെ ഇങ്ങനൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാനായിട്ട് 1885 മാർച്ചിൽ പൂനെയിൽ ഇവർ എന്ത് ചെയ്യണം, ഒരു കോൺഫറൻസ് വിളിച്ചു ചേർക്കുകയാണ്. അന്ന് അതിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. പിന്നീടാണ് ഇത് പേരുമാറി എന്താ വന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവുന്നത്. സോ അങ്ങനെ 1885 മാർച്ചിൽ പൂനെയിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ യൂണിയൻ്റെ ഒരു കോൺഫറൻസ് വിളിച്ചു ചേർക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്, അവർ ആലോചിക്കുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂനെയിൽ കോളറയുടെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവുകയും ഇവരുടെ വെന്യൂ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു, ബോംബെയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. പൂനെയിൽ കോളറ ഔട്ട് ബ്രേക്ക് വന്നപ്പോൾ അവിടെ ചെയ്യുന്ന ഹെൽത്തി അല്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഇവർ ബോംബെയിലോട്ട് ഇവരുടെ വെന്യൂ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഡിസംബർ 28, 1885 ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് നടന്നു. സോ INC ഫോം ചെയ്ത വർഷം ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. INC ഫോം ചെയ്ത വർഷം എത്രയാണ്? 1885. എവിടെ വെച്ചാണ് ആദ്യത്തെ മീറ്റിംഗ് നടന്നത്? അന്നത്തെ ബോംബെയിൽ വെച്ച് അല്ലെങ്കിൽ ഇന്നത്തെ മുംബൈയിൽ വെച്ചാണ് ആദ്യത്തെ മീറ്റിംഗ് നടന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്ലൈഡിൽ നിന്ന് നമ്മൾ പഠിച്ച പോയിന്റ്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് AO ഹ്യൂം അല്ലെങ്കിൽ അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് റിട്ടയേർഡ് സിവിൽ സർവൻ്റ് ആയിരുന്നു. കോൺഫറൻസ് നടത്താൻ വെച്ചിരുന്ന സ്ഥലം പൂനെ ആയിരുന്നു. പക്ഷേ കോളറ ഔട്ട് ബ്രേക്ക് കാരണം അത് ബോംബെയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും 1885 ഡിസംബർ 28 ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ച് ആദ്യത്തെ മീറ്റിംഗ് നടക്കുകയും ചെയ്തു. പിന്നീട് എന്താണ് ഉണ്ടായത്? അങ്ങനെ അന്ന് അവിടെ വെച്ച് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വക്കീലായിരുന്ന, ഒരു ലോയർ ആയിരുന്ന WC ബാനർജിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉള്ളതാണ്, ഈ ഒരു പാട്ട് മാറിപ്പോരുത്. INCയുടെ സ്ഥാപകൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ബ്രിട്ടീഷുകാരനായിരുന്നു എന്ന് ഓർത്തു വെച്ചാൽ മതി. AO ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് എന്തെന്ന് പറയുന്നത്, INCയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. പക്ഷേ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇന്ത്യക്കാരനായിരുന്നു. കാരണം ഇത് ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള സംഘടനയായിരുന്നു. അപ്പോൾ എന്ത് വരില്ല, അതിൽ കൺഫ്യൂഷൻ വരില്ല. അതാരാണ്? നമ്മുടെ WC ബാനർജി ആയിരുന്നു INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അന്ന് തന്നെ അവരൊരു റൂൾ വെക്കുന്നുണ്ട്. പിന്നീട് ഇത് പല പല പ്രശ്നങ്ങൾക്കും വഴിതെളിക്കുന്ന ഒരു റൂളാണ്. പ്രസിഡന്റ് ഷുഡ് ബി ചൂസൺ ഫ്രം എ പ്രൊവിൻസ് അതർ ദാൻ ദ കോൺഗ്രസ് സെഷൻ വാസ് ബീങ് ഹെൽഡ്. ഓരോ വർഷവും ഇവർ ഓരോ കോൺഗ്രസ് സെഷൻസ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് കണ്ടക്ട് ചെയ്യും. അന്ന് അവിടെ വെച്ചാണ് INCയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ് എവിടെ വെച്ചാണോ ആ സെഷൻ നടന്നത് ആ പ്രൊവിൻസിൽ നിന്നും ഉള്ള ആളായിരിക്കരുത്. അതായത് ഇപ്പോൾ സപ്പോസ് ബോംബെയിൽ വെച്ചാണ് നടന്നതെങ്കിൽ ബോംബെയിലുള്ള ആളാവരുത് എന്തെന്ന് പറയുന്നത് INCയിൽ ആ വർഷം നമ്മൾ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളെന്ന് പറയുന്നത്. അങ്ങനെ ഒരു നിയമം കൂടി എന്ത് ചെയ്തു, INC ഈ തീരുമാനത്തിൽ, ഈ ഒരു കോൺഗ്രസ് സെഷനിൽ തീരുമാനിച്ചു. അതിൽ 72 ആളുകളാണ് പങ്കെടുത്തത്. ചോദിച്ചിട്ടുണ്ട് കേരള PSC, 72 ആളുകളാണ് INCയുടെ ആദ്യത്തെ സെഷനിൽ പങ്കെടുക്കുന്നത്. അതിൽ 39 പേരും, മോർ ദാൻ ഹാഫ്, 39 പേരും വക്കീലന്മാരായിരുന്നു. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഒരു ചീത്ത പേരുള്ളതാണ്, വക്കീലന്മാരുണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സാധാരണക്കാരനത് വായിച്ചാൽ മനസ്സിലാവാത്ത എന്നുള്ളത്. ഇതിലേറെക്കുറെ സത്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ INCക്കും ഒരു കാലത്തുണ്ടായിരുന്നൊരു ചീത്തപ്പേരായിരുന്നു, മുഴുവൻ ഹൈ ക്ലാസ് ആളുകളുടെയാണ്, അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും വക്കീലന്മാരാണ്. അന്ന് ഈ വക്കീലന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈവൻ മഹാത്മാഗാന്ധി അടക്കം ഒരു വക്കീലായിരുന്നു എന്നത് എന്ത് ചെയ്യാതിരിക്കുക, നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പം അങ്ങനെ 72 ഡെലിഗേറ്റ്സ് ആണ് INCയുടെ ആദ്യത്തെ സെഷനിൽ പങ്കെടുത്തത്. അതിൽ 39 പേരും ലോയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവരൊരു സംഘടന രൂപീകരിച്ചു. അതിലിങ്ങനെ ആദ്യത്തെ സെഷൻ കഴിഞ്ഞു. ഇവർ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ വിശ്വസ്തരായ വെൽവിഷേഴ്സാണ്, ഒരിക്കലും
ഒരിക്കലും എന്തല്ല ഒരു കോൺസ്പിറസിയോ അല്ലെങ്കിൽ മറ്റൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ കോളനിയിൽ ഒന്നിൽ വെച്ച് ഇന്ത്യക്കാരെല്ലാവരും കൂടി ചേർന്നൊരു സെഷൻ നടത്തുക, അല്ലെങ്കിൽ ഒരു പാർട്ടി രൂപീകരിക്കുക, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ നോട്ടപ്പുള്ളിയാവാൻ നല്ല സാധ്യതയുണ്ട് അല്ലേ. സോ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയല്ല, ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ലോയൽ വെൽ വിഷേഴ്സാണ്, ഞങ്ങൾ ഒരിക്കലും ഒരു കോൺസ്പിറേറ്റേഴ്സ് അല്ല എന്നാണ് എന്ത് ചെയ്തിരുന്നത്, INC ഇതിലൊരു വാദം കൊടുത്തിരുന്നത്. അപ്പോൾ INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജിയാണ്. അന്ന് അവരൊരു നിയമം വെച്ചു, എവിടെ വെച്ചാണോ സെഷൻ നടക്കുന്നത് അവിടെ നിന്നാവരുത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ വർഷത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 72 ഡെലിഗേറ്റാണ് INCയുടെ ആദ്യത്തെ സെഷനിൽ പങ്കെടുത്തത്. അതിൽ 39 പേരും വക്കീലന്മാരായിരുന്നു. ഇവർ ഗവൺമെൻറ്റിൻ്റെ വെൽ വിഷേഴ്സ് ആണെന്നും ഒരു കോൺസ്പിറസി ഗ്രൂപ്പ് അല്ലെന്നും എന്ത് ചെയ്തു, ഇവർ അവകാശപ്പെട്ടു. INCയുടെ ആദ്യത്തെ സെഷൻ്റെ ഒരു ഫോട്ടോ ആണ്, ഒരു പഴയ 1885 ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദെൻ ഈ INCയെ പറ്റി വളരെ പ്രശസ്തമായുള്ള ഒരു കോൺസ്പിറസി തിയറിയാണ് സേഫ്റ്റി വാൾ തിയറി എന്ന് പറയുന്നത്. ഇത് ചോദിച്ച് കേട്ടിട്ടുണ്ട്, ഏത് ഓർഗനൈസേഷനുമായി റിലേറ്റഡ് ആയിട്ടാണ് സേഫ്റ്റി വാൾ തിയറി നിലകൊള്ളുന്നത് എന്ന് ചോദിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, INC. ഇനി എന്താണ് ഈ തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒഫീഷ്യൽ കോൺസ്പിറസി തിയറിയാണ്. ഇത് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ലോർഡ് ഡഫറിൻ എന്ന് പറയുന്ന ഗവർണർ ജനറൽ ആണെൻ്റെ കാലത്താണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഇന്ത്യയിൽ INC സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ലോർഡ് ഡഫറിൻ്റെ കാലത്താണ് INC സ്ഥാപിക്കുന്നത്. അത് ഞാൻ ഓർത്തിരിക്കും. ഇങ്ങനെയാണ് ഡഫറിൻ പ്രഭു ഡിഫറൻ്റ് ആയിട്ട് തുടങ്ങിയ സാധനമാണ് INC എന്നുള്ളത്. പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല, സിമ്പിളായിട്ട് ആ ഒരു പ്രാസത്തിൽ അങ്ങനെ ഡഫറിൻ പ്രഭു ഡിഫറൻ്റ് ആയിട്ട് തുടങ്ങിയ ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് INC എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ INC ഡഫറിൻ്റെ കാലത്താണ് തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കോൺസ്പിറസി തിയറി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോർഡ് ഡഫറിൻ എയോഹ്യൂം എന്ന് പറയുന്ന റിട്ടയേർഡ് സിവിൽ സർവൻറ്റിനോട് പറയുകയാണ്, ഇങ്ങനൊരു സംഘടന തുടങ്ങണം, ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനൊരു സംഘടന തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻസ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, പീസ്ഫുൾ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഔട്ട്ലെറ്റ് ടു ദ ഗ്രോയിങ് ഡിസ്കണ്ടന്റ് എമംഗ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് രാജ്. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന വെസ്റ്റേൺ എഡ്യൂക്കേഷനൊക്കെ കിട്ടി വരുന്ന ഒരു ഇന്ത്യക്കാരന് സ്വാഭാവികമായിട്ടും നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ അടിമത്തത്തിലാണ്, നമ്മൾ എങ്ങനെയാണ് ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും വിവേകമുണ്ട്. അപ്പോൾ അതിനെതിരെ ഇവൻ ആയുധം എടുക്കാതിരിക്കാൻ, അതിനെതിരെ ഇവൻ പോരാടാതിരിക്കാൻ, അല്ലെങ്കിൽ ഇവൻ പോരാടുകയാണെങ്കിൽ തന്നെ അത് ഭരണഘടനാപരമായ രീതിയിൽ മാന്യന്മാർ ഡീൽ ചെയ്യുന്ന പോലെ എന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടാവും. മാന്യന്മാർ ഡീൽ ചെയ്യുന്ന പോലെ ഭരണഘടനാപരമായ രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലൊക്കെ ഉള്ള രീതിയിൽ അവന് ഫൈറ്റ് ചെയ്യാനായിട്ട്, അവൻ്റെ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിനോട് ഉന്നയിക്കാനായിട്ട്, അതൊരു വലിയ കലാപത്തിലോട്ടോ മറ്റൊന്നും പോകാതെ തീർത്തും ഒരു സമരം എന്നുള്ളതിൽ ഒരു ഭരണഘടനാപരമായ രീതിയിൽ അത് ചെയ്യാനായിട്ട് ഒരു സമാധാനപരമായ ഒരു ഭരണഘടനാ നിലനിൽപ്പുള്ള ഒരു സംഘടന രൂപീകരിക്കാൻ ലോർഡ് ഡഫറിൻ ഹ്യൂമിനോട് പറയുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് INC ഇന്ത്യയിൽ എയോഹ്യൂമിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെടുകയും ചെയ്തത് എന്ന് ഒരു തിയറി ഉണ്ട്. ഈ തിയറിയാണ് എന്തെന്ന് പറയുന്നത്, സേഫ്റ്റി വാൾ തിയറി എന്ന് പറയുന്നത്. അതായത് ഒരു സേഫ്റ്റി വാൾവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വന്നാലും നമുക്കിങ്ങനെ അമർഷങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാലും നമ്മളത് എവിടെയും പറയാതെ ഉള്ളിലിരുന്നാലാണ് എന്ത് ഒരു ദിവസം പൊട്ടിത്തെറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ 1857 റിവോൾട്ട് ഉണ്ടായത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. അതിന് പകരം നമുക്ക് പ്രശ്നങ്ങളുള്ളത് നമുക്ക് പറയാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്ത് ചെയ്യും, നമ്മളങ്ങ് തള്ളി നീക്കിക്കൊണ്ടുപോകും. സോ അത്തരത്തിലൊരു തിയറിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസ്പിറസി തിയറിയാണ് ഇതെന്ന് പറയുന്നത് സേഫ്റ്റി വാൾ തിയറി എന്ന് പറയുന്നത്. അത് ലോർഡ് ഡഫറിൻ INC രൂപീകരിക്കുന്ന കാലത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ചോദ്യമാണ്, INC രൂപീകരിക്കുന്ന കാലത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് ഡഫറിൻ ഹ്യൂമിനോട് സജസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് INC രൂപീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഒഫീഷ്യലി ഇത് അംഗീകരിച്ചിട്ടില്ല, അവർ തള്ളിക്കളഞ്ഞൊരു തിയറിയാണ്. പക്ഷെ എന്തായാലും ഒരുപാട് ഹിസ്റ്റോറിയൻസ് അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ബിപിൻ ചന്ദ്ര ഇതിനെപ്പറ്റി പറഞ്ഞത്, if Hume wanted to use the Congress as a safety valve, the early Congress leaders hoped to use him as a lightning conductor. ഒരു സേഫ്റ്റി വാൽവായിട്ടാണ് ഹ്യൂമ് കോൺഗ്രസ് കണ്ടതെങ്കിൽ മുൻപുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ലീഡേഴ്സ് അദ്ദേഹത്തെ യൂസ് ചെയ്ത് ഒരു ലൈറ്റ്നിങ് കണ്ടക്ടർ ആയിട്ടായിരുന്നു. അതായത് നല്ല 8ൻ്റെ പണിയായിരുന്നു INC രൂപീകരിക്കുന്നതിലൂടെ എന്ത് കിട്ടിയത്, ബ്രിട്ടീഷുകാർക്ക് കിട്ടിയതെന്ന് ആര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ബിപിൻ ചന്ദ്ര അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലോർഡ് ഡഫറിൻ, ഇതേ നമ്മുടെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് ഡഫറിൻ പറഞ്ഞത് ഇത് വെറും ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്, ഇത് വെറും മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന അത്രയും ചെറുതായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് INC എന്ന് ആര് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ലോർഡ് ഡഫറിൻ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സംഘടന, എന്തായിരുന്നു INCയുടെ ടാർഗറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ഡിസ്കസ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ റിലീജിയൻ, കാസ്റ്റ്, ലാംഗ്വേജ് ആൻഡ് റീജിയൻസ്. ഇന്ത്യക്കാരൻ്റെ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിന് മുന്നിലെത്തിക്കാൻ, മതഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ, ഭാഷഭേദമില്ലാതെ, സ്ഥലങ്ങളുടെ ഭേദമില്ലാതെ ഇന്ത്യക്കാരൻ്റെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പിൽ എത്തിക്കാനുള്ള ഒരു അതായിരുന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ
നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു ഡെവലപ്പ് നാഷണൽ യൂണിറ്റി, ദേശീയ തലത്തിൽ ഐക്യം ഉണ്ടാക്കാൻ, ഇത് എൻ്റെ രാജ്യമാണ് എന്നുള്ളൊരു നാഷണൽഹുഡ്, ഒരു നാഷണൽ ഫീലിംഗ് ഇന്ത്യക്കാരിൽ കൊണ്ടുവരാൻ. മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ നാഷണലിസ്റ്റ് വർക്കേഴ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി, ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ, അവർ തമ്മിലൊരു ബന്ധം കൊണ്ടുവരാൻ. നമ്മളിങ്ങനെ ഒരു കുടക്കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്കിങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, നമുക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്, നമ്മൾ ഈ രീതിയിലാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ളത് കൊണ്ടുവരാൻ. മാത്രമല്ല റെപ്രസെൻറ്റേഷൻ ഓഫ് പോപ്പുലർ ഡിമാൻഡ്സ് ബിഫോർ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പിൽ ജനങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, ഒരു സേഫ്റ്റി വാൽവായിട്ട്. ലേയിങ് ഡൗൺ ലൈൻസ് ഫോർ ഫ്യൂച്ചർ കോഴ്സസ് ഓഫ് ആക്ഷൻ പബ്ലിക് ഇൻട്രസ്റ്റ്, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന്, ഭാവിയിൽ ഇനി എന്താണ് ചെയ്യാൻ പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ബ്രിട്ടീഷുകാരെ അറിയിക്കാൻ, അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇതൊക്കെയായിരുന്നു ഏതെന്ന് പറയുന്നത് INCയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ 3 ഫേസസ് ആയിട്ടാണ്, അല്ലെങ്കിൽ INCയുടെ ചരിത്രം എടുത്താലും എന്ത് തന്നെയാണ് 3 ഫേസസ് ആയിട്ടാണ് നമ്മൾ പറയുക. അതിൽ ആദ്യത്തേതാണ് മോഡറേറ്റ് ഫേസ്, അതായത് മിതവാദികളുടെ ഫേസ് എന്ന് പറയുന്നത് 1885 മുതൽ 1905 വരെ നീണ്ടു നിൽക്കുന്ന 20 വർഷക്കാലം ആരുടെയായിരുന്നു? ഈ മിതവാദികളുടെ ആയിരുന്നു. അതിനുശേഷം എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്ന് പറയും. എക്സ്ട്രീമിസ്റ്റ് ഫേസ്, തീവ്രവാദികളുടെ ഫേസ് 1905 മുതൽ 1915 വരെ അവരുടെ ആയിരുന്നു. അതിനുശേഷം 15 നമ്മുടെ അണ്ണൻ ഗാന്ധിജി, മഹാത്മാഗാന്ധി എന്ത് ചെയ്യാണ്? ഇന്ത്യയിൽ എത്തുകയും പിന്നെ കഥ കംപ്ലീറ്റ് മാറുകയും 1947 മൂപ്പര് നമുക്ക് എന്ത് ചെയ്യുകയും ചെയ്തു? സ്വാതന്ത്ര്യം വാങ്ങിത്തരികയും ചെയ്ത ഗാന്ധിയൻ എറയാണ്. അപ്പോൾ 1885 INCയുടെ ഫോർമേഷൻ തൊട്ട് 905 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ മോഡറേറ്റ് ഫേസ് എന്നും 1905 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്നും 1950-47 ഫേസ് ഓഫ് മാസ് മൊബിലൈസേഷൻ അണ്ടർ ഗാന്ധിജി എന്നും വിശേഷിപ്പിച്ചാണ് എന്ത് ചെയ്യാറുള്ളത്? ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പഠിക്കാറുള്ളത്. ഇതിൽ മോഡറേറ്റ് ഫേസിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് പ്രധാനപ്പെട്ട സെഷൻസ്, INC സെഷൻസ് ഓരോ വർഷം നടക്കാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പ്രാധാന്യം എന്താണ്, ആരാണ് പ്രിസൈഡ് ചെയ്തത്, എവിടെ വെച്ചാണ് നടന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ജസ്റ്റ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇതിലെ പല കാര്യങ്ങളും വഴിയെ നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആകെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും ഇത് മാത്രമാണ്. 1885 മുംബൈയിൽ വെച്ച് നടന്നു. WC ബാനർജി പ്രിസൈഡ് ചെയ്തു. ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? ആദ്യത്തെ ആയിരുന്നു. ഇത് പഠിച്ചു. ഇതുപോലെ നമ്മൾ ഓരോരോ ഇവൻ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കസ് ചെയ്യും. പക്ഷേ ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ ഇത് നല്ലതാണ്. ഇത് പലതും, കാരണം നമ്മൾ ഇതിൽ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് എല്ലാത്തും നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഇത് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക? INC സെഷൻസിൽ പഠിച്ചിരിക്കുക. ചിലതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ കിട്ടും, ചിലതിൻ്റെ കണക്ഷൻസ് നിങ്ങൾ കിട്ടും. ഉള്ളത് വെച്ച് നമുക്ക് അങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ 1885 മുംബൈയിൽ വെച്ച് WC ബാനർജിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ സെഷൻ നടന്നു നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ 1886 കൊൽക്കത്തയിൽ വെച്ച് ദാദാഭായ് നവറോജി പ്രിസൈഡ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ സെഷനാണ്, അതും സെറ്റ്. 87 മദ്രാസിൽ വെച്ച് നടക്കുന്നു. പ്രിസൈഡ് ചെയ്യുന്നത് ബദറുദ്ദീൻ തിയാബ്ജിയാണ്, ആദ്യ മുസ്ലിം പ്രസിഡന്റ്, INCയുടെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം പ്രസിഡന്റ്. ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കട്ടെ, ഇമ്പോർട്ടൻസ് മാത്രം വെച്ച് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി. 88 അലഹബാദിൽ വെച്ച് ജോർജ് യൂളാണ് പ്രിസൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്രിട്ടീഷ് പ്രസിഡന്റ്, INCയുടെ ആദ്യത്തെ ബ്രിട്ടീഷുകാരനായ പ്രസിഡന്റ് ജോർജ് യൂളാണ്. അലഹബാദ് സ്ഥലം വലിയ കാര്യമായി ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 1907 സൂറത്തിൽ വെച്ച് INCയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പിളർപ്പ് റാഷ് ബിഹാരി ഘോഷ്, സൂറത്ത് സ്പ്ലിറ്റ്. റാഷാണ്, അടിയാണ്, ഇടിയാണ്, സ്പ്ലിറ്റാണ്, അവരടിച്ച് പിരിഞ്ചാച്ച് അല്ലേ, സ്പ്ലിറ്റാണ്, പിരിഞ്ഞു പോയി. 1916 ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കഥ പറയാൻ നിൽക്കാത്ത. കഥ നമുക്ക് വഴിയേ പറയാം. 1916 വെച്ച് ലക്നൌവിൽ വെച്ച് AC മജുംദാർ ലക്നൗ പാക്റ്റിലൂടെ, ലക്നൗ ഉടമ്പടിയിലൂടെ ഈ തല്ലിപ്പിരിഞ്ഞ കോൺഗ്രസ്സുകാരെ, മോഡറേറ്റ്സായും എക്സ്ട്രീമിസ്റ്റായും തല്ലിപ്പിരിഞ്ഞ കോൺഗ്രസ്സുകാരെ AC ഒക്കെ ഇട്ട് തണുപ്പിച്ച് പരിപാടി എന്ത് ചെയ്ത് അവസാനിപ്പിച്ചു. നിങ്ങൾ ഇനി തല്ലൊന്നും കൂടണ്ട, നമ്മളെല്ലാം തണുപ്പിച്ചിട്ടുണ്ട്, എല്ലാം നമ്മൾ ഏറ്റിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? AC മജുംദാർ പറഞ്ഞു. 1917 കൊൽക്കത്തയിൽ വെച്ച് ആനി ബസന്റ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. ആരാണ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ്? ആനി ബസന്റ് ആണ്. 1923 ഡൽഹിയിൽ വെച്ച് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രിസൈഡ് ചെയ്യുന്നു. ആ കാലഘട്ടത്തിലെ INCയുടെ യങ്ങസ്റ്റ് പ്രസിഡന്റ്. 24 ബൽഗാമിൽ വെച്ച് ഗാന്ധിജി 15 എത്തി നമ്മൾ പറഞ്ഞു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെഷൻ ബൽഗാം, കർണാടകയിലുള്ള ബൽഗാമിൽ വെച്ച്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഗാന്ധിജി പ്രിസൈഡ് ചെയ്യുന്ന സെഷൻ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. 25 കാൺപൂരിൽ വെച്ച് സരോജിനി നായിഡു, ആദ്യത്തെ ഇന്ത്യൻ വനിത. ആദ്യത്തെ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മാറിപ്പോരുത്, അത് ആനി ബസൻ്റ് ആണ്. പക്ഷേ ആദ്യത്തെ ഇന്ത്യൻ വനിത സ്പെസിഫിക്കായി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്താണ്? സരോജിനി നായിഡു ആണ്. 1929 ലാഹോറിൽ വെച്ച് നമ്മുടെ ജവഹർലാൽ നെഹ്റു പ്രിസൈഡ് ചെയ്യുന്നു. പൂർണ്ണ സ്വരാജ് ലാഹോർ സെഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 37 ഫൈസ്പൂരിൽ വെച്ച് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഒരു വില്ലേജിൽ വെച്ച് നടത്തുന്ന INC സെഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല വഴിയിൽ. ഫൈസ്പൂരിൽ വെച്ച് ജവഹർലാൽ നെഹ്റു നടത്തി ആദ്യത്തെ ഗ്രാമത്തിൽ വെച്ച് നടത്തിയ സെഷൻ. 38 ഹരിപുര സുഭാഷ് ചന്ദ്രബോസ് പ്രിസൈഡ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. 38 ഹരിപുര. 48 ജയ്പൂരിൽ വെച്ച് പട്ടാഭി സീതാരാമയ്യ, കോൺഗ്രസിൻ്റെ കണക്കെഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന, കണക്ക് സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന പട്ടാഭി സീതാരാമയ്യ. എന്താണ് 48ൻ്റെ പ്രത്യേകത? സ്വാതന്ത്ര്യം കിട്ടിയ തൊട്ടടുത്ത വർഷം. അപ്പോൾ ഞാൻ ഇനി വീണ്ടും ഒരു വട്ടം വായിച്ചു തരാൻ നിൽക്കുന്നില്ല, കാരണം പോയിന്റ്സ് ആണ്, കണക്ട് ചെയ്യാനുള്ളത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളിനി വഴിയെ ഡിസ്കസ് ചെയ്യും. ഇത് മാത്രം പഠിക്കാൻ ഞാൻ പറഞ്ഞില്ല, ഇതെങ്കിലും നിങ്ങൾ INC സെഷൻസിൽ അറിഞ്ഞിരിക്കണം. ബാക്കി ഇത് പഠിച്ചിട്ട് ഇതിപ്പോൾ ഓൾമോസ്റ്റ് ചോദിച്ചിട്ടുള്ള എല്ലാ സെഷൻസും ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇതിന്നല്ലാതെ പുറത്തുനിന്ന് ഇതേവരെ കാര്യമായ ചോദ്യങ്ങൾ വന്നിട്ടില്ല ഞാൻ എൻ്റെ അനാലിസിസ് വെച്ചിട്ട്. അപ്പോൾ ഇത്രയെങ്കിലും നിങ്ങൾ പഠിക്കുക, അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ സെഷൻസിലോട്ടും പോവുക. കാരണം PSC റാങ്ക് ഫയലൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 100 അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല, അത്രയൊന്നും നിങ്ങൾ വിഴുങ്ങാൻ നിൽക്കണ്ട. ഇതെന്തായാലും പഠിക്കുക. എന്നിട്ട് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള INC സെഷൻസ് ആണ്. ഇതിൽ പലതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സൂറത്ത് സ്പ്ലിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും, ലക്നോ പാക്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും, ആൻഡ് ദെൻ നമ്മുടെ ലാഹോറിലെ പൂർണ്ണ സ്വരാജ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഹരിപുരയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വഴിയെ ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് INCയെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കാനുള്ളത്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് ചെയ്തോളൂ, താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.